guys, welcome to Eduport. Yes, എടാ നാളെ നമ്മുടെ ഹിന്ദി എക്സാം ആണല്ലേ. അപ്പോൾ നമ്മുടെ ഹിന്ദിയുടെ കേസിൽ നാളെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ ദേ ഇങ്ങോട്ട് പോരൂ, അതിനുള്ള ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യെസ്, അപ്പോൾ നാളെ നമ്മുടെ എക്സാമിന് വരാൻ പോകുന്ന ഉറപ്പായിട്ടും വരാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. പഠിച്ചോ, നിങ്ങൾ നാളെ ഉറപ്പായിട്ടും പാസ് ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ നോക്കടാ, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ അല്ലേ, മാതൃഭൂമി എന്ന് പറഞ്ഞ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ കവിതയാണ്. റിപ്പീറ്റ് ആയിട്ട് നിങ്ങളുടെ മോഡൽ എക്സാം അതുപോലെ പബ്ലിക് എക്സാം PYQs എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആസ്വാദൻ ടിപ്പണി ചോദിച്ചിട്ടുള്ള ചാപ്റ്റർ ഏതാണ്? യെസ്, മാതൃഭൂമിയാണ്. അതുകൊണ്ട് 6 മാർക്കിന്റെ ആസ്വാദൻ ടിപ്പണി നിങ്ങൾക്ക് മാതൃഭൂമിയിൽ നിന്നും കാണാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ബേട്ടി കെ നാം. ബേട്ടി കെ നാമിൽ നിന്നും എന്താണ്? ബാത്ചീത്, കോൺവെർസേഷൻ, അതുപോലെ ഡയറി. ഓക്കെ, ഈ 2 ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാം. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ മേരെ ഭാരത് വാസിയോ. മേരെ ഭാരത് വാസിയോയിൽ നിന്നും സംക്ഷേപൺ, 6 മാർക്കിന്റെ സംക്ഷേപൺ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു എക്സാമിന് നമുക്കത് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ സുരനാം മേ പെഹ്ലാ ദിനിൽ നിന്നും നോക്കിക്കേടാ ബാത്ചീത്, അതുപോലെ ആത്മകഥ. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഉറപ്പായിട്ടും നാളെ നിങ്ങൾക്ക് കാണാം. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ മേരെ ലാൽ. മേരെ ലാൽ എന്താണ്? മേരെ ലാലിൽ നിന്നും ഉറപ്പായിട്ടും ഒരു ചോദ്യം വരും. ആ ചോദ്യം എന്താണ്? യെസ്, ഭാവാർത്ഥ. ആ ഒരു പദിന്റെ ഭാവാർത്ഥ എഴുതാനായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ദോസ്തി. ദോസ്തിയിൽ നിന്ന് എന്താണ് വരിക? ടിപ്പണി, അതായത് ഈ ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടിപ്പണി എഴുതാൻ നിങ്ങൾക്ക് നാളെ ഉണ്ടാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ജമീൻ ഏക് സ്ലേറ്റ് കാ നാം എന്ന ചാപ്റ്ററിൽ നിന്നും ഡയറി, അതുപോലെ ലെറ്റർ. ഇത് രണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളവയാണ്. സോ അത് നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സപ്നെ കാ ബി ഹക്ക് നഹി. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് എന്താണ്? ആസ്വാദൻ ടിപ്പണി, അനുച്ഛേദ. ഓക്കെ, അപ്പൊ എന്താണ്? ബയോഡാറ്റ തരും, അനുച്ഛേദമായിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടല്ലോ അല്ലെ? യെസ്, അപ്പൊ ഈ 2 ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്നും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ മുർക്കി ഉർഫ് ബുലാക്കി. ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റർ ആണ്. ഒരുപാട് ചോദ്യങ്ങൾ വരും. അതിൽ നോക്കുക, ചരിത്രപര ടിപ്പണി, അതുപോലെ ഡയറി. ഓക്കെ, ഇതെന്താണ്? റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഒരുപാട് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും 2 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ 1 മാർക്ക് 2 മാർക്കിനൊക്കെ എന്ത് വരാറുണ്ട്? ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും വരാറുണ്ട്. സോ പഠിക്കുക. ദെൻ നെക്സ്റ്റ് ഹൈക്കു. ഹൈക്കുയിൽ നിന്ന് എന്താണ്? യെസ്, ഭാവാർത്ഥാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിൽ അവസാനത്തെ യൂണിറ്റിലേക്ക് കടക്കുന്ന സമയത്ത് കുമുദ് ഫൂൽ ബേച്ച്നെ വാലി ലഡ്കിയിൽ നിന്നും നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? ആസ്വാദന ടിപ്പണി. സോ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ളതായതുകൊണ്ട് നമുക്ക് എന്താണ് ഉറപ്പിക്കല്ലേ, അതായത് ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വോ ഭട്കാ ഹുവാ ഫിറിൽ നിന്നും എന്താണ്? റപ്പട്ട്, ന്യൂസ് റിപ്പോർട്ട്, അതുപോലെ ലെക്ചർ. ഈ 2 ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് നാളെ കാണാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആദ്മി കാ ചെഹ്റ, കവിതയാണ്. എന്ത് പഠിക്കണം? ആസ്വാദൻ ടിപ്പണി ചോദിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദേവ. ദേവയിൽ നിന്ന് എന്താണ് ചോദിച്ചിട്ടുള്ളത്? അനുച്ഛേദ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ വിജ്ഞാപൻ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കുക. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ എവിടെ കിട്ടും എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇന്നത്തെ രാത്രിത്തെ ലൈവ് നിങ്ങൾ നിർബന്ധമായും കണ്ടോ. ഈ എല്ലാ ക്വസ്റ്റ്യൻസിലൂടെയും കടന്നു പോകുന്നുണ്ട്. പോരാത്തതിന് എന്താണ്, ഇതെല്ലാത്തിന്റെയും വീഡിയോസ് ഈ ചാനലിൽ വരും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.